ഇന്ന് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള അഴിമതി, വോളിബോളിൽ അഴിമതി നടത്തി എന്നുള്ള ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. വോളിബോൾ അസോസിയേഷനെതിരെ തിരിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരിൽ നടത്തിയിട്ടുള്ള പേക്കൂത്തുകളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു FIR വരേണ്ടി വന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 2011 പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്ന 34th സബ് ജൂനിയർ നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പിനും വിജിലൻസിന് പരാതി കൊടുത്തിരുന്നു. അത് 11 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആ പരാതിയിൽ കഴമ്പില്ല എന്നുള്ളത് ഫർദർ ആക്ഷൻ ഡ്രോപ്പ്ഡ് എന്ന് പറഞ്ഞിട്ട് വിജിലൻസ് കോടതി അത് തള്ളിയത്. അത് തള്ളിയപ്പോൾ അടുത്തൊരു പരാതി 2018 കോഴിക്കോട് നടന്ന 66ാമത് സീനിയർ നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് 7 വർഷം കഴിഞ്ഞിട്ടാണ് പരാതി കൊടുക്കുന്നത്. അങ്ങനെ ചാമ്പ്യൻഷിപ്പ് നടന്ന് 1 വർഷം 2 വർഷവും 3 വർഷവും കഴിഞ്ഞിട്ടല്ല, ആ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ച് ഓർഗനൈസിംഗ് കമ്മിറ്റി പിരിച്ചുവിട്ട് അതേ സാധനം സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ്റെ വാർഷിക ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ച് വാർഷിക ജനറൽ ബോഡിയും പാസ്സാക്കി ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട്സ് അവിടെയും പാസ്സാക്കി 4,32,000 രൂപയോളം ഷോർട്ട് വന്നിട്ടുള്ള ഡെഫിസിറ്റ് വന്നിട്ടുള്ള ഒരു നാഷണൽ ഇവൻ്റാണ് അഴിമതി നടത്തി എന്ന് പറഞ്ഞ് FIR ഇട്ടിരിക്കുന്നത്. ഇതിനുള്ളിൽ 5 പ്രതികളെയാണ് പേരിൽ FIR ഇട്ടിരിക്കുന്നത്. 5 പ്രതികളിൽ 4 പ്രതികളും CPMകാരാണ്. അതിലൊരു പ്രതി എന്ന് പറയുന്നത് മെഹബൂബ്, കോഴിക്കോട് ജില്ലാ CPMൻ്റെ സെക്രട്ടറിയാണ്. കോഴിക്കോട് ജില്ലാ CPMൻ്റെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഉത്തരവാദിത്വത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നിരുന്നത്. അതേപോലെ തന്നെ ചാമ്പ്യൻഷിപ്പ് നടത്താൻ വേണ്ടി അവിടെ സാമ്പത്തിക ഇടപാട് നടത്താൻ വേണ്ടി വ്യക്തമായ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയാണ് ആ കാര്യങ്ങൾ നടത്തുന്നത്. അതിൻ്റെ വൗച്ചറുകളും കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ അറിയാം. ജനറൽ കൺവീനർ എന്ന എനിക്ക് സാമ്പത്തികമായിട്ട് യാതൊരു ഇടപാടുകളും യാതൊരു ബന്ധമില്ലാതെ ഒരു വൗച്ചർ പോലും ഇല്ലാതെ നടത്തിയിട്ടുള്ളൊരു ചാമ്പ്യൻഷിപ്പാണത്. മാത്രമല്ല അത് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് പാസ്സാക്കിയിട്ടുള്ള സാധനമാണ്. ഇവർ ഈ കൗൺസിലിൽ ഇങ്ങനെയുള്ള FIR ഇട്ട ഒരാൾ രാജിവെക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ കൗൺസിൽ കഴിഞ്ഞ പ്രാവശ്യം FIR ഇടുകയും കള്ളപ്പട്ടയം ഉണ്ടാക്കുകയും അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി കട്ട് 3,20,732 രൂപ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പിഴ അടക്കുകയും ചെയ്തിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ 9ാം വാർഡിലെ കൗൺസിലർ സെക്കീന, ആ കൗൺസിലർ ഇതുവരെയും രാജിവെക്കാതെ കൗൺസിൽ കാലാവധി കഴിയുന്നതുവരെ നിലനിർത്തി. ഈ പറയപ്പെടുന്ന മൻസൂർ ഉൾപ്പെടെയുള്ളവരാണ് അവരെ പ്രൊട്ടക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് അങ്ങനെയും ഇന്നിങ്ങനെയും. ഇവിടെ സ്പോർട്സ് കൗൺസിൽ, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ഒരു വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്ത് പൈക്ക എന്ന് പറഞ്ഞൊരു സ്പോർട്സ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ട് വന്ന് 12 കോടി രൂപ അടിച്ചു മാറ്റിയിട്ട് ഇപ്പോൾ എൻക്വയറി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ സ്പോർട്സ് മിനിസ്റ്റർ അഡീഷണലായിട്ട് എൻക്വയറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പണം അടിച്ചു മാറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ വിദഗ്ധന്മാരായിട്ടുള്ളവർ തന്നെയാണ് ഈ കൗൺസിലിൽ കള്ള ആരോപണങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ രാജിവെക്കണം എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെയും അവസാനം വളരെ വ്യക്തമായ രൂപരേഖ പ്രകാരം ഇതിൻ്റെതായ ഇത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. ഞങ്ങളെല്ലാവർക്കും ഉറപ്പാണ്. ഇതിനകത്ത് ഒരു അഴിമതിയുമില്ല. മാത്രമല്ല 4,32,000 രൂപ പോയി കിടക്കുന്നത് 8-9 വർഷമായിട്ട് ആ എമൗണ്ട് കയ്യിൽ നിന്ന് പോയി കിടക്കുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് ഒരു സ്പോർട്സ് വിജയിപ്പിച്ചിട്ടുള്ള അംഗങ്ങളിൽ പെട്ടിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏതൊരു സ്പോർട്സ് നടത്തിയാലും സംഘാടകന് കയ്യിൽ നിന്ന് പണം പോവുക എന്നല്ലാതെ 1 രൂപ പോലും അതിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുകയില്ല. മാത്രമല്ല ഇവർ പറയുന്ന ആരോപണം 1,66,00,000 രൂപ അഴിമതി നടത്തി എന്നാണ് പറയുന്നത്. ഈ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സിൽ ആകെ ചെലവ് 1,41,00,000ആണ്. 1,41,00,000 ആകെ ചെലവുള്ളൂ. 1,41,00,000 രൂപയാണ് ആകെ ചെലവ്. ഇതാ 1,41,31,883 രൂപ ചെലവുള്ളൂ. ഇങ്ങനെയുള്ള ചെലവിൽ 1,66,00,000 രൂപ എങ്ങനെയാണ് അഴിമതി നടത്തുക? ടീമുകൾക്കൊന്നും കൊടുക്കണ്ടേ? ഭക്ഷണം കൊടുക്കണ്ടേ? ഗാലറി കെട്ടണ്ടേ? ഇത്രയും കാര്യം ഇതെല്ലാം വ്യക്തമായ രീതിയിലുള്ള കണക്കുകൾ ഇതിനകത്തുണ്ട്. ഈ രീതിയിൽ 4,32,000 സംതിങ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഇവൻ്റാണിത്. ആ ഇവന്റിന്റെ പേരിൽ ഒരു അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ നിർവാഹമില്ല. മാത്രമല്ല
അഴിമതി നടത്തി അതല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നീട് കൗൺസിലിലല്ല ഒരു പൊതുരംഗത്തും തന്നെ നിൽക്കാൻ ഒരു താല്പര്യമില്ല. പക്ഷേ ഇങ്ങനെ ഒരു അഴിമതിയോ അതേപോലെയുള്ള രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടോ നടത്തി എന്ന് ഞാനല്ല, സംസ്ഥാന വോളിബോൾ അസോസിയേഷന് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഈ പരാതി കൊടുത്ത കക്ഷി കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷന്റെ ഒരു മെമ്പർ പോലുമല്ല. ഈ വ്യക്തി സംഘാടക സമിതിയുടെ ഒരു കമ്മിറ്റിയിലും അംഗമല്ല. കണ്ട നീ അങ്ങോട്ട് മാറി നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. കാരണം ഇതിനകത്ത് നിരന്തരമായി ഇടപെട്ടിരുന്നവർ മുഴുവൻ ഇത് 100% സുന്ദരമായി ഭംഗിയായി നടത്തിയിട്ടുള്ള ഒരു ഇവൻ്റാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹം പുറത്തുനിന്ന് കുരുടനാനയെ കണ്ട രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പരാതി. ആ പരാതി ഏതായാലും പൊള്ളയാണ് എന്നുള്ളത് തെളിയിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മനസ്സിലുണ്ടോ? MX ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.